വലിയൊരു അനുസ്മരണമാണ്. കേരളത്തിനും കോൺഗ്രസിനും പ്രിയങ്കരനായിരുന്ന ഒരാളുടെ അനുസ്മരണം. കേരള ജനത വളരെയേറെ സ്നേഹിച്ചിരുന്ന ശ്രീ കാർത്തികേയൻ നമ്മളെ വിട്ടുപിരിഞ്ഞത്. ഈ വേദിയിൽ നോട്ടീസ് നോക്കിയപ്പോഴാണ് 4 വർഷമായി അദ്ദേഹം നമ്മളെ വിട്ടുപിരിഞ്ഞത് എന്ന് ഞാൻ പെട്ടെന്ന് ഓർത്തത്. ഇപ്പോഴും നമ്മുടെ കൺമുൻപിൽ, നമ്മുടെ മനസ്സിൽ, നമ്മുടെ വിചാരങ്ങളിൽ തങ്ങി നിൽക്കുന്ന ശ്രീ കാർത്തികേയന്റെ മുഖമാണ് ഞാനിവിടെ നിന്നപ്പോൾ ഓർത്തത്. തീർച്ചയായും രമേശ് ചെന്നിത്തലയ്ക്ക് ജി കാർത്തികേയനെ ഓർക്കാൻ ഒരുപാട് കാരണങ്ങളുണ്ടല്ലോ. ഞാനൊരു മറ്റൊരു വേദന നിറഞ്ഞ മനസ്സോടുകൂടിയാണ് ഇവിടെ നിൽക്കുന്നത്. ശ്രീ ജി കാർത്തികേയനും MI ഷാനവാസും ഞാനും കേരള രാഷ്ട്രീയത്തിൽ ഒരു പ്രത്യേക കാലഘട്ടത്തിൽ ഒരു പ്രത്യേക നിലപാട് ഞങ്ങൾ സ്വീകരിക്കുകയുണ്ടായി. അതിൽ ഇന്ന് കാർത്തികേയനില്ല, ഷാനവാസില്ല, ഞാൻ മാത്രമാണ് ബാക്കിയുള്ളത്. ആ ഓർമ്മകൾ മറ്റാരേക്കാൾ കൂടുതൽ പങ്കുവെക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയാണെങ്കിലും ഇന്നത്തെ എന്റെ മനസാന്നിധ്യം അതിനനുവദിക്കുന്നില്ല. പ്രത്യേക സാഹചര്യം എന്തെന്ന് വെച്ചാൽ കെ കരുണാകരൻ അപകടം പറ്റി കിടക്കുമ്പോൾ അനുയായി വൃന്ദത്തെ മറികടന്ന് കരുണാകരന്റെ മക്കൾ രംഗം കൈയടക്കുന്ന സാഹചര്യം. പ്രത്യേക നിലപാടെന്ത് എന്ന് വെച്ചാൽ രമേശ് ചെന്നിത്തലയും ജി കാർത്തികേയനും ഷാനവാസും ചേർന്ന് തിരുത്തൽവാദികൾ എന്ന പേരിൽ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുന്നത്. അതൊക്കെ പോട്ടെ, അത് പറയാൻ പറ്റിയൊരു സമയമല്ലല്ലോ. ഏറ്റെടുക്കുന്ന ഏത് പ്രവർത്തനവും തികച്ചും സാഹസികമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ താല്പര്യം കാണിച്ചിരുന്ന, അല്ലെങ്കിൽ അതിൽ ശ്രദ്ധ കാണിച്ചിരുന്ന ഒരു നേതാവായിരുന്നു ശ്രീ കാർത്തികേയൻ. അദ്ദേഹത്തിന് ഈ മണ്ഡലമായിരുന്നു അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ സ്വത്ത്. ഞങ്ങളോട് എപ്പോഴും പറയുമായിരുന്നു, ഇവിടെ നിന്ന് തിരിച്ച് തിരുവനന്തപുരത്ത് വരുമ്പോൾ എന്താണ് താമസിച്ചതെന്നൊക്കെ ഞങ്ങൾ ചോദിക്കുമ്പോൾ പറയുമായിരുന്നു, ഞാനങ്ങ് കാട്ടിലായിരുന്നു, ഞാനങ്ങ് മലയിലായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ വൈകിയത് എന്നെപ്പോഴും അദ്ദേഹം പറയാറുണ്ട്. ഒരുപക്ഷെ തന്റെ നിയോജകമണ്ഡലത്തെ ഇത്രയും കൂടുതൽ സ്നേഹിച്ച, ജനങ്ങളെ ഇത്രമാത്രം ഇഷ്ടപ്പെട്ട മറ്റൊരു MLA നമുക്ക് കാണാൻ സാധ്യമല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇന്ന് ശ്രീ കാർത്തികേയനെ നമ്മൾ ഓർക്കുന്ന അവസരത്തിൽ അദ്ദേഹം കാട്ടിയ വഴികളിലൂടെ കോൺഗ്രസ് പ്രസ്ഥാനം ഇന്ന് മുന്നോട്ട് പോകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ആ വഴികളിലൂടെ തന്നെ പോകാൻ MLA ആയി വന്ന മകൻ ശ്രമിക്കുന്നുണ്ട്. നമുക്കെല്ലാം കുറേയേറെ നല്ല പാഠങ്ങൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നിന്ന് പഠിക്കേണ്ടതുണ്ട്. ഞാൻ അദ്ദേഹത്തിന് ശേഷം ഇവിടെ ഉപതെരഞ്ഞെടുപ്പ് വിജയിച്ച് അദ്ദേഹത്തിന്റെ മകനായതുകൊണ്ട് MLA ആയ ഒരാളാണ്. എനിക്കറിയാം, എന്നോട് പല ആളുകളും സംസാരിക്കുമ്പോഴും, ഇപ്പോൾ ഞാൻ ജനപ്രതിനിധിയായിട്ട് 3 വർഷത്തിൽ കൂടുതലായെങ്കിലും എല്ലാവരും എന്നെ അളക്കുന്നത് എന്റെ സംസാരത്തിലും, എന്റെ ചിരിയിലും, എന്റെ രൂപത്തിലും, എന്റെ വാക്കിലും, എന്റെ തെറ്റിലും ഒക്കെ അളക്കുന്നത് ആ ശ്രീ ജി കാർത്തികേയൻ എന്ന വ്യക്തിയാണ്. ഞാൻ എല്ലാവരോടും പറയാറുണ്ട്, ഇന്നലെ തിരുവനന്തപുരത്തെ യോഗത്തിലും പറഞ്ഞിട്ടുണ്ട്, ശ്രീ ജി കാർത്തികേയനോളം വളരുവാൻ എനിക്കോ മറ്റൊരു രാഷ്ട്രീയ പ്രവർത്തകനോ കഴിയുകയില്ല. അച്ഛനും നിങ്ങളുമായിട്ടുള്ള ബന്ധം, കഴിഞ്ഞ എത്രയോ വർഷമായിട്ടുള്ള ബന്ധം, ആ ബന്ധത്തിന്റെ ഒരു തരിയായിട്ടാണ് ഞാൻ ഇന്നിവിടെ ഈ വേദിയിൽ ഈ സ്വാഗതം പറയുന്നത്. ജി കാർത്തികേയന്റെ ചില ഗുണങ്ങളൊക്കെ ശബരിനാഥിലും കാണാനുണ്ട്. എന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തെറ്റുകൾ, അല്ലെങ്കിൽ ശ്രീ ജി കാർത്തികേയൻ ഇങ്ങനെ പെരുമാറില്ലായിരുന്നു എന്ന് നിങ്ങൾ ആരെങ്കിലും എപ്പോഴെങ്കിലും മനസ്സിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ ഒരു MLA ആയിട്ടിരിക്കുന്നതിന് 3.5 വർഷം കഴിയുമ്പോൾ അതിന്റെയൊക്കെ പേരിൽ ഒരു ക്ഷമാപണം നടത്തുവാനും വളരെ തുറന്ന മനസ്സോടെ ഞാനിന്ന് വിവിധ കലിക ജംഗ്ഷനുകൾ ഓരോ ആളുകളോടും സംസാരിക്കുവാണ്. ആ അനുസ്മരണത്തിൽ പങ്കുചേർന്നുകൊണ്ട് പൊളിമിക്സ് പിൻവാങ്ങുകയാണ്. നന്ദി, നമസ്കാരം.